ഉത്തർപ്രദേശിലെ ആഗ്ര. ആഗോള പ്രശസ്ത നഗരമെന്ന് വിശേഷിപ്പിക്കാം ആഗ്രയെ. തലസ്ഥാന നഗരമായ ഡൽഹി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം ലോകശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഇന്ത്യൻ നഗരം ആഗ്രയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, താജ്മഹൽ തന്നെ. ആധുനിക ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നെന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള ആ വെണ്ണക്കൽ വിസ്മയം. ഇന്ത്യയെന്ന് കേൾക്കുമ്പോൾ വിദേശികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഒരുപക്ഷെ താജ്മഹലായിരിക്കും. അവരിൽ പലരും ഇന്ത്യ സന്ദർശിക്കുന്നത് പോലും ഈ അത്ഭുതം ഒന്ന് കാണുക എന്ന അതിയായ ആഗ്രഹത്തോടെയായിരിക്കും. എന്നാൽ താജ്മഹലിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ഈ നഗരം സമ്മാനിക്കുന്ന അനുഭവങ്ങൾ. മുഗൾ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പേറുന്ന നിരവധി സ്മാരകങ്ങൾ ആഗ്രയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. അവയുടെ ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഭരണകൂടം അതെല്ലാം അതീവ ശ്രദ്ധയോടെ പരിപാലിക്കുന്നുമുണ്ട്. ആഗ്രയുടെ ചരിത്രശേഷിപ്പുകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ സിറ്റി ടൂർ. ഈ ടൂറിൽ നാം സന്ദർശിക്കുന്നത് ആഗ്ര നഗരത്തിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളാണ്. താജ്മഹലാണ് ആദ്യം, തുടർന്ന് ആഗ്ര ഫോർട്ട്, പിന്നെ യമുന നദി, അടുത്തത് സികന്ദ്ര, അവിടെ നിന്നും അക്ബർ ചർച്ചിലേക്ക്, തുടർന്ന് ടൂംബ് ഓഫ് ഇദിമാദ് ഉദ്ദൌല, അവസാനമായി ഫത്തേപൂർ സിക്രി. താജ്മഹലിൽ നിന്നല്ലാതെ ആഗ്ര സിറ്റി ടൂർ തുടങ്ങാനാവില്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം താജ്മഹൽ കാണുക എന്നത് വെറുമൊരു ആഗ്രഹം മാത്രമല്ലല്ലോ. ഭാരതീയരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ മനോഹര നിർമ്മിതി. നമ്മുടെ വൈവിധ്യപൂർണമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. താജ്മഹൽ എന്ന് പറയുമ്പോൾ മുംതാസിനു വേണ്ടി ഷാജഹാൻ പണികഴിപ്പിച്ച സ്മാരകം മാത്രമല്ല, നിരവധി മന്ദിരങ്ങളും ഗാർഡനും യമുനാ തീരവും ഉൾപ്പെടെ 42 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സമുച്ചയമാണിത്. ഇതിൽ താജ്മഹൽ മാത്രമാണ് മാർബിൾ നിർമ്മിതി. മറ്റുള്ളവയെല്ലാം തനത് മുഗൾ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ചുവന്ന സാൻഡ്സ്റ്റോൺ മന്ദിരങ്ങളാണ്. കോമ്പൗണ്ടിൽ ഏറ്റവും വടക്കേ അറ്റത്ത് യമുനയോട് ചേർന്നാണ് താജ്മഹലിന്റെ സ്ഥാനം. കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന മന്ദിരങ്ങളിലൊന്ന് രാജകുടുംബത്തിലെ അംഗങ്ങളുടെയും മറ്റു പ്രമുഖരുടെയും മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഖബർ കോംപ്ലക്സ് ആണ്. അതിനുശേഷം താജ്മഹലിന്റെ പടിവാതിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ദർവാസ ഇ റൗസ. താജ്മഹലിന്റെ പ്രൗഢിക്ക് ചേരുന്ന ഗംഭീരമായൊരു കവാടം. ഈ ഗേറ്റ് കടക്കുമ്പോൾ താജ്മഹലിന്റെ ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൃശ്യം കൺമുമ്പിലേക്ക് വരും. ഫോട്ടോകളിലൂടെയും മറ്റും ഏറ്റവും അധികം പ്രചരിച്ചിട്ടുള്ള ആ കാഴ്ച. മുന്നിലെ ഗാർഡനും താജ്മഹലും 4 മിനാരങ്ങളും ഒറ്റ ഫ്രെയിമിൽ. ഇവയെല്ലാം ചേരുമ്പോഴേ താജ്മഹൽ പൂർണ്ണമാകുന്നുള്ളൂ. ലോകത്തെ താജ്മഹലിലേക്ക് ആകർഷിക്കുന്ന ദൃശ്യവും ഇതുതന്നെ. യൂറോപ്യൻ ശൈലിയിൽ മുഗൾ ഗാർഡൻ വെട്ടിയൊതുക്കി ഇങ്ങനെയൊരു കാഴ്ച സൃഷ്ടിച്ചതിനുള്ള ക്രെഡിറ്റ് ബ്രിട്ടീഷുകാർക്കാണ് നൽകേണ്ടത്. ഇവിടെ നിന്നും മുന്നോട്ട് നടന്നാൽ 20 അടിയോളം ഉയരമുള്ള പ്ലാറ്റ്ഫോമിൽ പണിതുയർത്തിയ താജ്മഹലിന് സമീപത്തേക്കെത്താം. കൃത്യതയാർന്ന രൂപകൽപ്പനയും ഇസ്ലാമിക് ശൈലിയിൽ
ഫ്ലോറൽ, ജിയോമെട്രിക് പാറ്റേണുകൾ ഉൾക്കൊള്ളിച്ചുള്ള മനോഹരമായ അലങ്കാര പണികളും താജ്മഹലിന്റെ സവിശേഷതകളാണ്. വശങ്ങളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന രൂപം മിനാരങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അവ തകർന്നു വീണാൽ പ്രധാന നിർമ്മിതിക്ക് കേടുപാടുണ്ടാകാതിരിക്കാനാണ്. ഉൾവശത്ത് മധ്യത്തിലായാണ് മുംതാസിന്റെ കല്ലറ. പ്രാണപ്രേയസിയുടെ സമീപം ഷാജഹാനും അന്ത്യനിദ്ര കൊള്ളുന്നു. 2 വലിയ മന്ദിരങ്ങളും കൂടി താജ്മഹലിന്റെ വശങ്ങളിൽ കാണാം. ഇതിലൊന്ന് മസ്ജിദാണ്, മറ്റൊന്ന് അതിഥി മന്ദിരവും. വെള്ളിയാഴ്ചകളിൽ താജ്മഹലിൽ പ്രവേശനം അനുവദിക്കുന്നില്ലെന്നത് സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കണം. മസ്ജിദിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ മാത്രമേ അന്ന് പങ്കെടുക്കാനാവൂ. മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിയും പ്രൗഢിയും വിളിച്ചോതുന്ന ഒരു സ്മാരകമാണ് ഇനി കാണേണ്ടത്. ആഗ്ര ഫോർട്ട്. ഒരു ചെറിയ രജപുത്ര കോട്ട നിലനിന്നിരുന്ന സ്ഥാനത്ത് അക്ബർ പണികഴിപ്പിച്ച ബൃഹത് സമുച്ചയം. 2 നൂറ്റാണ്ടുകാലത്തെ മുഗൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോട്ട മുഗൾ കലാപാരമ്പര്യത്തിന്റെ ഓർമ്മകളും സമ്മാനിക്കുന്നതാണ്. ചുവന്ന സാൻഡ്സ്റ്റോണും വെളുത്ത മാർബിളുമാണ് നിർമ്മാണത്തിൽ പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് മുഗൾ കോട്ടകളെപ്പോലെ തന്നെ ചുവന്ന നിറത്തിന്റെ പ്രൗഢി ദൂരക്കാഴ്ചയിൽ തന്നെ കണ്ണിൽപ്പെടും. പേർഷ്യൻ, ഇന്ത്യൻ ശൈലികൾ സംയോജിപ്പിച്ചിട്ടുള്ള മുഗൾ ആർക്കിടെക്ചറിലാണ് രൂപകൽപ്പന. കമാനങ്ങൾ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ്. ഏറ്റവും മനോഹരമായി മോടി പിടിപ്പിച്ചിട്ടുള്ളത് അന്തഃപുരങ്ങളും കിടപ്പറകളും വിശ്രമമുറികളുമൊക്കെയാണ്. ജനാലകൾക്കും വാതിലുകൾക്കും പകരം വില കൂടിയ രത്നങ്ങൾ പതിച്ച കർട്ടനുകൾ തൂക്കിയാണ് മറയൊരുക്കിയിരുന്നത്. ഓരോ മുഗൾ ചക്രവർത്തിക്കും താമസത്തിനായി പ്രത്യേകം ഇടങ്ങളുണ്ടായിരുന്നു. ഇതിൽ റെഡ് സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളിലാണ് അക്ബറും ജഹാംഗീറും താമസിച്ചിരുന്നത്. അന്തഃപുരങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ കോട്ടയിൽ പലയിടങ്ങളിലായുണ്ട്. ഷാജഹാന്റെ കാലം മുതൽക്കാണ് ആഗ്ര കോട്ടയിൽ വെളുത്ത മാർബിൾ നിർമ്മിതികൾ കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. യമുനയുടെയും താജ്മഹലിന്റെയും മനോഹര ദൃശ്യങ്ങൾ കോട്ടയുടെ പല ഭാഗത്തു നിന്നും വ്യക്തമായി കാണാനാകും. അവസാന കാലത്ത് ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ മുറിയും ഈ ഭാഗത്താണുള്ളത്. രാജാവ് ഔദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്ന ദിവാനി ഖാസ്, പൊതുജനങ്ങളെ കണ്ടിരുന്ന ദിവാനി ആം എന്നിവയൊക്കെയാണ് കോട്ടയിലെ മറ്റു പ്രധാന ഭാഗങ്ങൾ. ഇനി യമുനയിലൂടെ ഒരു യാത്ര നടത്താം. യമുന നദിയുടെ സാന്നിധ്യമാണ് ആഗ്ര നഗരം സ്ഥാപിക്കപ്പെടാനും പിന്നീട് വാണിജ്യ കേന്ദ്രമായി വളരാനും കാരണമായത്. നിലവിൽ നഗരത്തിന്റെ വടക്കുഭാഗത്തു കൂടിയാണ് നദിയുടെ ഒഴുക്ക്. ആഗ്ര നഗരത്തിലൂടെ വിശാലമായി ഒഴുകുന്ന നദിയുടെ ദൃശ്യങ്ങൾ ആകർഷകമായ ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ ഈ മനോഹാരിതയ്ക്കപ്പുറം ഇപ്പോൾ ഗുരുതരമായ മലിനീകരണ ഭീഷണി നദി നേരിടുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധീകരിക്കാൻ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൊണ്ടുപോലും ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ. വേനലിൽ നദിയിൽ ജലത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. മഴക്കാലത്ത് താജ്മഹൽ കോമ്പൗണ്ടിന്റെ തൊട്ട് താഴെ വരെ ജലനിരപ്പ് ഉയരാറുമുണ്ട്.
ജലത്തിന്റെ കുറവും മലിനീകരണവും കാരണം കാര്യമായ ആക്ടിവിറ്റികളൊന്നും യമുന നദിയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ചെറിയ വള്ളങ്ങളിൽ നദിയിലൂടെ സഞ്ചരിക്കാനാകും. പ്രധാനമായും നദിയിൽ നിന്നുള്ള താജ്മഹലിന്റെ കാഴ്ചകൾ കാണുകയെന്നതാണ് ഈ യാത്രയുടെ ഉദ്ദേശ്യം. തീരത്തോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന താജ്മഹലിന്റെ ദൃശ്യങ്ങൾക്കും ഒരു സവിശേഷ ചാരുതയുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ വരെ നീളുന്ന യാത്രയാണ് നദിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അടുത്തതായി അക്ബർ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്മാരകം കണ്ടുവരാം. സികന്ദ്ര. അക്ബറുടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ജോധാഭായിയുടെയും 2 പെൺമക്കളുടെയും കല്ലറകൾ ഇവിടെയുണ്ട്. അക്ബർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശവകുടീരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ശവകുടീരത്തിന്റെ സ്ഥാനം സ്വയം കണ്ടെത്തി നിർമ്മാണം നടത്തുകയായിരുന്നു അക്കാലത്ത് മുഗൾ ചക്രവർത്തിമാരുടെ പതിവ്. അക്ബറിന്റെ മരണശേഷം മകൻ ജഹാംഗീറാണ് പണികൾ പൂർത്തിയാക്കിയത്. മനോഹരമായ പടിപ്പുര സികന്ദ്രയിലെത്തുമ്പോൾ നമ്മെ വരവേൽക്കും. മുഗൾ ആർക്കിടെക്ചറിലുള്ള ഒരു ഗംഭീര നിർമ്മിതിയാണിത്. ചുവന്ന സാൻഡ്സ്റ്റോണിലാണ് നിർമ്മാണം. മറ്റ് മുഗൾ ഗേറ്റുകളുമായി സാമ്യമുണ്ടെങ്കിലും ഫ്ലോറൽ പാറ്റേണിലുള്ള അലങ്കാരങ്ങൾ ഈ കവാടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. വെളുത്ത മാർബിൾ ഫലകങ്ങളിലാണ് ഡിസൈനുകൾ കൊത്തിയെടുത്തിട്ടുള്ളത്. കവാടത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം താജ്മഹലിന്റെ മിനാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഉയർന്നു നിൽക്കുന്ന 4 മിനാരങ്ങളാണ്. കവാടം കടന്നാൽ പുൽത്തകിടിയോടുകൂടിയ ഒരു ഗാർഡനാണ്. അതിനപ്പുറം കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന മന്ദിരം. മിനാരങ്ങളില്ലാത്ത ചെറു താഴികക്കുടങ്ങളോട് കൂടിയ പവലിയനുകൾ മനോഹരമാക്കുന്ന സാൻഡ്സ്റ്റോൺ നിർമ്മിതി. പുറത്ത് മാർബിളിലുള്ള അലങ്കാര പണികൾ കാണാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ സ്വർണവും മറ്റ് നിറങ്ങളും നൽകി സൃഷ്ടിച്ച ചുവർ ചിത്രങ്ങളാണ് കാഴ്ച. ഒരു ഇരുണ്ട ഇടനാഴി കടന്നെത്തുന്ന ഇടത്താണ് അക്ബറിന്റെ കല്ലറ. സമീപത്ത് തന്നെ ജോധയുടെയും കുടീരമുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാകട്ടെ അടുത്തത്. അക്ബർ ചക്രവർത്തിയുടെ പേരിലുള്ള ക്രൈസ്തവ ദേവാലയം. അക്ബറിന്റെ അടങ്ങാത്ത ജിജ്ഞാസയുടെയും മതസൗഹാർദ്ദ സമീപനത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിതെന്നും പറയാനാകും. മതങ്ങളെപ്പറ്റി പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അക്ബർ ചക്രവർത്തി ക്രിസ്തുമതത്തെപ്പറ്റി അറിയാൻ ഗോവയിൽ നിന്നും പോർച്ചുഗീസ് ജസ്യൂട്ട് പാദ്രിമാരെ ആഗ്രയിലെത്തിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളുടെ ഭാഗമായി ഒരു ദേവാലയവും അദ്ദേഹം പണിതു നൽകി. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പാദ്രിമാർ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ഷാജഹാൻ ചക്രവർത്തി പള്ളി പൊളിച്ചു കളഞ്ഞു. ഒടുവിൽ പാതിരിമാർ മാപ്പ് അപേക്ഷിച്ചതിനെ തുടർന്ന് ഷാജഹാൻ തന്നെ പള്ളി പുനഃസ്ഥാപിക്കുകയും ചെയ്തു.
ആ പള്ളിയാണ് ഇപ്പോൾ കാണുന്ന അക്ബർ ചർച്ച്. സമീപത്ത് മറ്റൊരു ദേവാലയം കൂടിയുണ്ട്. അത് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെയിന്റ് പീറ്റേഴ്സ് ദേവാലയമാണ്. ഇന്ന് അക്ബർ ചർച്ച് ഒരു സ്മാരകമായി നിലനിർത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ മാതൃകയിലുള്ള വളരെ ലളിതമായ നിർമ്മിതിയാണിത്. ഒരു ചെറിയ അൾത്താരയും നിറങ്ങൾ നൽകിയ ചുവരുകളുമാണ് ശ്രദ്ധേയമായ കാഴ്ചകൾ. ബേബി താജ് എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച ഒരു മുസോളിയമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ടൂംബ് ഓഫ് ഇദിമാദ് ഉദ്ദൌല. ലേ ഔട്ടിലും രൂപകൽപ്പനയിലുമെല്ലാം ഒരു കൊച്ചു താജ്മഹൽ തന്നെയാണിതെന്ന് പറയാം. പക്ഷേ താജ്മഹൽ നിർമ്മാണം ആരംഭിക്കുന്നതിനും 3 വർഷം മുമ്പ് തന്നെ ഈ ശവകുടീരത്തിന്റെ ജോലികൾ പൂർത്തിയായിരുന്നു. ജഹാംഗീറിന്റെ രാജ്ഞിയായിരുന്ന നൂർജഹാനാണ് മാതാപിതാക്കൾക്ക് വേണ്ടി സ്മാരകം പണികഴിപ്പിച്ചത്. ജഹാംഗീറിന്റെ സദസ്സിലെ പ്രധാനമന്ത്രിയായിരുന്നു നൂർജഹാന്റെ പിതാവ് മിർസ ഗിയാസ് ബേഗ്. ഇദിമാദ് ഉദ്ദൌല എന്ന സ്ഥാനപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അസ്മദ് ബീഗം. 1 മാസത്തിന്റെ ഇടവേളയിലായിരുന്നു ഇരുവരുടെയും മരണം. 4 കവാടങ്ങളോട് കൂടിയ മതിൽക്കെട്ടിനകത്ത് ഗാർഡനും മധ്യത്തിൽ ശവകുടീരവും ഉൾപ്പെടുന്നതാണ് ടൂംബ് ഓഫ് ഇദിമാദ് ഉദ്ദൌല. കവാടങ്ങൾ ചുവന്ന സാൻഡ്സ്റ്റോണിൽ തനത് മുഗൾ ശൈലിയിൽ പണികഴിപ്പിച്ചിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ താജ്മഹൽ കവാടങ്ങളുടെ ചെറു രൂപം തന്നെയല്ലേ ഇതെന്ന് ആർക്കും തോന്നിപ്പോകും. ഇപ്പോൾ മുഗൾ ശൈലിയിൽ മനോഹരമായൊരു ഗാർഡൻ ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. 4 വശങ്ങളിൽ ചതുരരൂപത്തിൽ ഒരുക്കിയിട്ടുള്ള ഗാർഡൻ ചാർബാഗ് എന്നറിയപ്പെടുന്നു. യമുനയിലെ വെള്ളമാണ് ഉദ്യാനത്തിലെ ചാലുകളിലൂടെ ഒഴുകുന്നത്. കല്ലറ സ്ഥിതി ചെയ്യുന്ന മന്ദിരം സമചതുരാകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇത് കാണുമ്പോഴും താജ്മഹൽ തന്നെയാണ് ഓർമ്മ വരിക. അലങ്കാരപ്പണികളിൽ ടൂംബ് ഓഫ് ഇദിമാദ് ഉദ്ദൌല മുന്നിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകും. ഇസ്ലാമിക് ശൈലിയിൽ ഫ്ലോറൽ, ജിയോമെട്രിക് പാറ്റേണുകൾ അടിസ്ഥാനമാക്കിയുള്ള കൊത്തുപണികൾ. കാലിഗ്രാഫി ആർട്ടിലൂടെ ഖുർആൻ വചനങ്ങളും ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാറ്റേണുകളിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങളും ആകെയുള്ള കാഴ്ചയുടെ ചന്തം വർദ്ധിപ്പിക്കുന്നു. മന്ദിരത്തിനുള്ളിൽ മിർസ ഗിയാസ് ബീഗിന്റെയും അസ്മദ് ബീഗത്തിന്റെയും കല്ലറകൾ കാണാം. പുറംഭാഗം പോലെ തന്നെ ഗംഭീരമാണ് ഉൾവശവും. മാർബിളിലുള്ള അലങ്കാരപ്പണികൾ ഇവിടെയുമുണ്ട്. അതിമനോഹരമായ ചുവർചിത്രങ്ങളാണ് മറ്റൊരു കാഴ്ച. ഇനി പോകുന്നത് അക്ബർ പണികഴിപ്പിച്ച തലസ്ഥാന നഗരമായ ഫത്തേപൂർ സിക്രിയിലേക്കാണ്. ആഗ്രയിൽ നിന്നും 35 കിലോമീറ്ററോളം അകലെയാണെങ്കിലും ആഗ്ര സന്ദർശിക്കുന്നവർ ഇവിടെ എത്താതെ മടങ്ങാറില്ല. ആഗ്രയിൽ സർവ്വസജ്ജമായ കോട്ടനഗരം ഉള്ളപ്പോൾ തന്നെയാണ് അക്ബർ ഇത് നിർമ്മിച്ചത്. ആൺമക്കൾ ഉണ്ടാകാതിരുന്നതിനാൽ ദുഃഖിതനായിരുന്ന അക്ബർ ഫത്തേപൂർ ഗ്രാമത്തിലെ സലീം ചിസ്തി എന്ന സൂഫി സന്യാസിയിൽ നിന്നും ഉപദേശം സ്വീകരിക്കുകയും തുടർന്ന് സമീപത്തെ സിക്രി എന്ന ഗ്രാമത്തിൽ താമസം തുടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് സിക്രിയിൽ വെച്ച് ജോധാഭായ് ജഹാംഗീറിന് ജന്മം നൽകിയ വേളയിലാണ് അക്ബർ ഇവിടം തലസ്ഥാനമാക്കാൻ തീരുമാനിച്ചത്. ഫത്തേപൂർ അക്കാലത്ത് തന്നെ ഒരു മതകേന്ദ്രമായി പ്രസിദ്ധി ആർജിച്ചിരുന്നു.
ഫത്തേപൂരിനൊപ്പം സിക്രി കൂടി കൂട്ടിച്ചേർത്താണ് നഗരമൊരുക്കിയത്. അതിനാൽ ഫത്തേപൂർ സിക്രിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഭരണകേന്ദ്രമായിരുന്ന സിക്രിയും മറ്റൊന്ന് ഇന്നും ആത്മീയ കേന്ദ്രമായി തുടരുന്ന ഫത്തേപൂരും. സിക്രിയിൽ രാജവസതിയും ഭരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമാണ് ഉള്ളത്. ദിവാനി ആം എന്ന കോർട്ട്യാർഡാണ് ഇതിലൊന്ന്. ചക്രവർത്തി പ്രജകളുമായി സംവദിച്ചിരുന്ന ഇടം. ദൗലത് ഖാന എന്ന ഭാഗത്താണ് ചക്രവർത്തി താമസിച്ചിരുന്ന മന്ദിരങ്ങളും ഖജനാവുമുള്ളത്. ഇതിലേറ്റവും മനോഹരം ചക്രവർത്തി ഔദ്യോഗിക ചർച്ചകളും സുഹൃത്ത് സംഭാഷണങ്ങളും നടത്തിയിരുന്ന ദിവാനി ഖാസ് എന്ന മന്ദിരവും ജോധാഭായി രാജ്ഞിയുടെ കൊട്ടാരവുമാണ്. ദിവാനി ഖാസ് തനത് പേർഷ്യൻ ശൈലിയിലുള്ളതാണെങ്കിൽ ഹിന്ദുമത വിശ്വാസിയായിരുന്ന ജോധാഭായിയുടെ കൊട്ടാരത്തിൽ ഹിന്ദു ആർക്കിടെക്ചറിന്റെ സ്വാധീനം കാണാം. സസ്യാഹാരം മാത്രം കഴിച്ചിരുന്ന ജോധാഭായിക്ക് പ്രത്യേകം പാചകശാല വരെ ഇവിടെ ഒരുക്കിയിരുന്നു. ചക്രവർത്തി വിശ്രമിച്ചിരുന്ന ഹവാമഹൽ, സ്ത്രീകളുടെ പാഠശാല, ലൈബ്രറി, അക്ബറിന്റെ അടുത്ത സുഹൃത്തും പണ്ഡിതനായിരുന്ന ബീർബലിന്റെ മാളിക എന്നിവയും ഈ ഭാഗത്തുണ്ട്. സിക്രിയിൽ നിന്നും അല്പം നടന്നാൽ മതകേന്ദ്രമായ ഫത്തേപൂരിൽ എത്താം. ഇവിടുത്തെ പ്രധാന കാഴ്ച ജമാ മസ്ജിദാണ്. ഇന്നും ആരാധന നടക്കുന്ന മോസ്ക്. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ദേവാലയം. സലീം ചിസ്തിയുടെ ശവകുടീരമാണ് ഇതിൽ ഏറ്റവും മനോഹരം. മുഗൾ ആർക്കിടെക്ചറിൽ തീർത്ത മാർബിൾ നിർമ്മിതി. മറ്റൊന്ന് ബുലന്ദ് ദർവാസ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടം. യുദ്ധവിജയത്തിന്റെ സ്മാരകമായി അക്ബർ നിർമ്മിച്ചതാണിത്. രാജ്യത്തെ പല പ്രമുഖ വ്യക്തികളുടെയും ഖബറുകളും മസ്ജിദിലുണ്ട്. താജ്മഹലിന്റെ നാടായ ആഗ്രയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളെല്ലാം ഈ യാത്രയിൽ നാം കണ്ടുകഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു ടൂറിസ്റ്റ് സെന്ററാണിത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടം ആഗ്രയിൽ തനത് രൂപത്തിലും ഭാവത്തിലും നിലകൊള്ളുന്നു. അക്ബറും ജഹാംഗീറും ഷാജഹാനുമൊക്കെ ജീവിച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് ആ കാലത്തെ നിങ്ങൾക്ക് ഭാവനയിൽ പുനഃസൃഷ്ടിക്കാനാകും. അവരുടെ ജീവിത രീതികൾ, സംസ്കാരം, ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയൊക്കെ ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ സങ്കല്പിക്കാം. ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടവും ഈ സ്മാരകങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നത് തീർച്ചയാണ്. കാരണം വിദേശികളടക്കം ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ലോകമഹാത്ഭുതങ്ങൾ നേരിട്ട് ദർശിക്കാനായി വർഷം തോറും നഗരത്തിൽ വന്നിറങ്ങുന്നത്.